ഹായ്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു ബേസ് മോഡൽ കാറാണോ? അല്ലെങ്കിൽ അടുത്ത പ്ലാൻ ചെയ്യുന്ന വണ്ടി ഒരു ബേസ് മോഡൽ വേരിയൻ്റ് ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ ബേസ് മോഡൽ ആയതുകൊണ്ട് എൻ്റെ ഓഡിയോ സിസ്റ്റം അത്ര പോരാ, ഓഡിയോയുടെ ഔട്ട്പുട്ടൊന്നും പോരാ, കുറച്ചും കൂടെ ക്ലാരിറ്റി എന്നാൽ ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? മാത്രമല്ല, ബഡ്ജറ്റിൽ നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഫിക്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബേസ് മോഡൽ വണ്ടിയിലൊക്കെ പൊതുവേ ഇപ്പം സ്റ്റീരിയോസ് കാണാത്ത മോഡൽസും പലതും വരുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ നമുക്ക് വാസ്റ്റ് ഏറിയ പ്രോഡക്ട്സ് ആണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. വേരിയൻറ്റുകൾ പല പ്രൈസിൽ, മേ ബി പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ കാണാനുള്ള രസം കാരണം ഇതിലൊക്കെ പോകാറുണ്ട്. ചിലപ്പോൾ അത് അത്ര സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല. നമുക്കിതിനെ ഒന്ന് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ചിലപ്പം നമ്മൾ ആയി പോകുന്നത്. അപ്പം ധാരാളം അങ്ങനത്തെ എൻക്വയറീസ് വരാറുണ്ട്. നമുക്കും വർക്ക് ചെയ്യുമ്പം പല പ്രോഡക്ട്സിനെ കുറിച്ച് നല്ലതായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം അതിലോട്ട് പോകാൻ. ചിലപ്പം ആ ചെയ്യുന്ന വർക്കിൻ്റെ ബാക്കിയായിട്ട് കസ്റ്റമർ ഒരു അപ്ഗ്രേഡ് കൊണ്ട് വരുമ്പോഴായിരിക്കും, ആ ഒരു പ്ലാനിലായിരിക്കും ചിലപ്പോൾ നമ്മൾ വെച്ച സ്റ്റീരിയോയ്ക്ക് അത്ര ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ തന്നെ ആ കസ്റ്റമറിൻ്റെ അടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പലപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോസൊക്കെ മാർക്കറ്റിൽ ധാരാളമായിട്ട് വരുന്നു. എന്നാൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോസിനെ മൊത്തത്തിൽ നമുക്ക് അടച്ച് അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ചില വണ്ടികളിൽ അതേ ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർക്ക് ഫീച്ചേഴ്സ് എന്നുള്ളൊരു കാര്യം നോക്കുമ്പം അതേ ഉള്ളൂ മാർഗം. അപ്പം അതിലും നമുക്ക് നല്ല മോഡൽസ് ഇറങ്ങുന്നുണ്ട്. നല്ല ബ്രാൻഡഡ് സർവീസ് സപ്പോർട്ട്, നിങ്ങളെപ്പോഴും ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കുക. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഇഷ്യൂസൊക്കെ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരു സർവീസ് നെറ്റ്വർക്ക് ഉണ്ടോ എന്നറിയുക. അതൊക്കെയാണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോകളിൽ നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യം. പിന്നെ അപ്ഡേറ്റ്സ് പൊതുവേ അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞാലും സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് പ്രോഡക്റ്റ് എടുക്കുക. പ്രോസസ്സർ, റാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ റാമൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോയിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം. പിന്നെ അതിൻ്റെ അകത്ത് DSP അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ മിക്ക ബ്രാൻഡുകളും കൊണ്ടുവരുന്നു. അതൊക്കെ ജസ്റ്റ് ഒരു വെർച്വൽ ആയിട്ടുള്ള ഫീച്ചറിനേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എക്സ്റ്റേണൽ DSP ഒക്കെ വെക്കുന്ന പോലുള്ള ഫങ്ഷനാലിറ്റീസ് ഒന്നും തന്നെ അതിൻ്റെ അകത്ത് വരുന്നില്ല. നമ്മൾ പണ്ട് കമ്പ്യൂട്ടറിൽ ഒരു ഈക്വലൈസർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ ഉള്ള ഒരു ഫീച്ചറേ ഉള്ളൂ DSP എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സ്റ്റീരിയോകളിൽ. എന്നാലും നമുക്ക് ചില മോഡൽസിൽ DSP വിത്ത് ഈക്വലൈസേഴ്സ് ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന മോഡൽസും വരുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ തീർത്തും ബഡ്ജറ്റിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് ഞാൻ അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. തീർത്തും അത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന കസ്റ്റമേഴ്സാണ്. അപ്പം അവർക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ കിട്ടുന്ന പ്രോഡക്ട്സിനെ പോകാവുള്ളൂ. ആൻഡ്രോയിഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ, ആൻഡ്രോയിഡ് ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അതല്ലാതെ നിങ്ങളുടെ വണ്ടി ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബേസ് മോഡൽ വണ്ടിയാണ്, എനിക്ക് ആൻഡ്രോയിഡ് വേണമെന്നില്ല, നല്ല രീതിയിൽ പാട്ട് കേൾക്കുക, എനിക്ക് സംഗതികളൊക്കെ നല്ല വൃത്തിയായിട്ട് കേൾക്കുക, വലിയ സബ് വൂഫറോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോകണ്ടെങ്കിൽ 4 ഡോറിൽ പാട്ട് സ്പീക്കേഴ്സ് വെക്കുക, പാട്ട് കേട്ടാൽ മതി എന്ന് പറയുന്ന ആളുകൾക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിപ്പം പോകാവുന്ന ഒരു കാര്യമാണ് പൈനിയർ പോലുള്ള സ്റ്റീരിയോകൾ. കാരണം നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോകൾക്കൊക്കെ ഒരു 12,000-15,000 രൂപ മുടക്കുന്ന സ്ഥാനത്ത് കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ബ്രാൻഡ് പൈനിയറിൻ്റെ പോലുള്ള ഒരു മോഡലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു 20,000 19,000 റേഞ്ചിലൊക്കെ MRP വരുന്ന മോഡൽസ് വരെ ഇപ്പം പൈനിയറിലൊക്കെ അവൈലബിൾ ആണ്. അതിന് താഴെയുള്ള മോഡൽസ് ഉണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഒരു വേൾഡിൽ നമ്മൾ നോക്കുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് ഫീച്ചറുള്ള ആൻഡ്രോയിഡുകൾ ഇറങ്ങുന്ന കാലത്ത് നമുക്ക് വയേർഡായിട്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റീരിയോ എന്ന് ഉള്ള രീതിയിൽ പൈനിയർ പോലുള്ള ബ്രാൻഡുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പൈനിയറിനെ മാത്രമല്ല ഇതിൽ പറയുന്നത്, മറ്റ് ബ്രാൻഡുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണല്ലോ പൈനിയർ. അപ്പം അങ്ങനത്തെ മോഡൽസിൽ പോകാൻ നോക്കുക. സ്പീക്കേഴ്സ് ആണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒത്തിരി RMS റേറ്റിംഗ് ഒന്നും നോക്കി ഒത്തിരി വില നോക്കി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെപ്പോഴും സെൻസിറ്റിവിറ്റി നോക്കുക.
RMS നമ്മുടെ സ്റ്റീരിയോ ഒരു 45-50 വാട്ട്സ് ആണ് മാക്സിമം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പെർ ചാനൽ തരുന്നത്. അപ്പം അതിൻ്റെ RMS റേറ്റിംഗ് എന്ന് പറയുന്നത് സ്പീക്കേഴ്സിന് ഒരു 40-30 റേഞ്ചൊക്കെ കിട്ടിയാൽ ധാരാളം. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ 50 വാട്ട്സിൻ്റെ ഒക്കെ സ്പീക്കേഴ്സാണ്, 45-50 വാട്ട്സിൻ്റെ സ്പീക്കേഴ്സാണ്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണെങ്കിൽ ഒരു നോർമൽ റേറ്റിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ ധാരാളം ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. അപ്പം ഞാൻ സ്പീക്കേഴ്സിൻ്റെ ബ്രാൻഡുകളൊന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അത് കോമ്പറ്റീറ്റീവായിട്ട് പ്രൈസിങ്ങിലൊക്കെ പല ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട്. നിങ്ങൾ കഴിവതും അങ്ങനത്തെ ബ്രാൻഡുകളിൽ പോവുക. കേട്ടുകേൾവിയുള്ള ഓഡിയോ ബ്രാൻഡുകളിൽ പോവുക. അതാകുമ്പം അതിലുപയോഗിക്കുന്ന കമ്പോണൻസ് എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ കോയിൽ, ടെർമിനൽസ്, മെറ്റൽ പാർട്സ്, ഇങ്ങനത്തെ ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും റസ്റ്റ് ചെയ്യുമോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. പൊതുവേ നമ്മൾ വണ്ടികളിലൊക്കെ കാണുന്നതാണ്. എത്ര സൂക്ഷിച്ച് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും പൂപ്പൽ, റസ്റ്റൊക്കെ വരുന്ന കേസസൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് തീർത്തും ഒന്നും ശ്രദ്ധിക്കാതെ ചുമ്മാ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന വർക്കിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ വരാം. വയറൊക്കെ പൊട്ടിപ്പോവാം. അപ്പം അതിൽ നമുക്ക് പിന്നെ ഒരു കാലത്ത് തുറക്കേണ്ടിയായിട്ട് വരും വണ്ടിയുടെ ഡോറൊക്കെ. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പരമാവധി ഇൻസ്റ്റലേഷൻ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക. നല്ല പാക്കിങ്ങിൽ സീൽഡായിട്ട് നമ്മുടെ സ്പീക്കേഴ്സ് വെക്കാൻ ശ്രമിക്കുക, ലൂസ് എൻഡ്സ് ഉണ്ടാക്കാതെ. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഓഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മാക്സിമം സേവ് ചെയ്ത് നമുക്ക് ലിസൺ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ആ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫണ്ടമെൻ്റലായിട്ട് നോക്കുക. നിങ്ങളുടെ ഒരു ബേസ് മോഡൽ വണ്ടി ഞാൻ ഗ്യാരണ്ടി പറയാം, അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിനേക്കാളും നല്ല രസമുള്ള ഒരു ഓഡിയോ, എന്നാൽ അത്യാവശ്യം ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് നമുക്കൊരു വർക്ക് വന്നിരിക്കുന്നത് ഒരു സ്വിഫ്റ്റാണ്, ബേസ് മോഡൽ സ്വിഫ്റ്റാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഒരു പൈനിയറിൻ്റെ സ്റ്റീരിയോ ആണ്. എന്നാൽ ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ വയർഡ് കണക്ടിവിറ്റി ഉള്ളത്. നക്കമിച്ചിയുടെ ഒരു കമ്പോണൻറ്റ് ഫ്രണ്ട് സ്റ്റേജും റിയറിൽ അതിൻ്റെ ഒരു കൊയാക്സിലുമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എവറിത്തിങ് മാരുതിയുടെ ഒറിജിനൽ വയറിങ്ങിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലാം കപ്ലർ ടു കപ്ലർ കണക്ഷൻസ് ആസ് യൂഷ്വൽ. നമുക്ക് നാളെ ഇതെല്ലാം ഊരി എടുക്കണം എന്ന് പറഞ്ഞാൽ പോലും വണ്ടിയുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാം റിമൂവ് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ കസ്റ്റമറിന് നാളെ ഒരു ക്യാമറ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ സ്റ്റീരിയോയിൽ ഒരു അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ, റിവേഴ്സ് ക്യാമറ വരെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഇന്നത്തെ കാലത്തെ നമുക്ക് കോൾ ഫങ്ഷൻസ്, ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേയുടെ ഫങ്ഷന്, ഇതെല്ലാം ഒരു ബേസ് മോഡൽ സ്വിഫ്റ്റിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ വന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ അകത്ത് കയറിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും നല്ലൊരു ഓഡിയോ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വണ്ടിയിൽ ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ പറഞ്ഞ പോയിൻറ്റ്സ് ആൻഡ് ടിപ്സൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് നിങ്ങളുടെ വണ്ടിയിലും ബഡ്ജറ്റ് രീതിയിൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു. കാതൂരം കരുതലായി.